ആഗോള അയ്യപ്പ സംഗമത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ യോഗക്ഷേമ സഭ. സാമ്പത്തിക ലാഭമാണോ സർക്കാർ ലക്ഷ്യമെന്ന ആശങ്കയുണ്ടെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണെന്ന് സംശയമുള്ളതായും യോഗക്ഷേമ സഭ സംസ്ഥാന അധ്യക്ഷൻ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് പറഞ്ഞു. ശബരിമലയെ വീണ്ടും വിവാദമാക്കരുത്, ആചാരങ്ങൾ പാലിക്കപ്പെടേണ്ട സ്ഥലമാണ് ശബരിമലയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്ന് ശരിക്കും നമ്മൾ കണ്ടതാണ് റഹിമ ഫാത്തിമയും ബിന്ദു അമ്മിണിയൊക്കെ റഹന ഫാത്തിമയൊക്കെ ശബരിമലയിൽ പോകാനുള്ള സാഹചര്യം അറിഞ്ഞോ അറിയാതെയോ അറിഞ്ഞു എന്ന് തന്നെ വേണേൽ പറയാം, അവിടെ ശബരിമല എത്തിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ നിലയ്ക്ക് നമുക്കൊക്കെ ആശങ്കയുണ്ട്. ഞങ്ങൾക്കൊരു രാഷ്ട്രീയം വെച്ചല്ല ഞങ്ങളൊന്നും പറയുന്നത്. ഇപ്പോൾ നിലയ്ക്ക് ഇപ്പോൾ ശബരിമല നടക്കുന്ന ഈ പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമം ഒരു സംശയം തോന്നൽ എന്താ, നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മം മലേറിയ പോലെ അപകടകരമാണെന്ന് പറയുന്ന ഉദയനിധി സ്റ്റാലിനെയും അദ്ദേഹത്തിൻ്റെ അച്ഛനെ MK സ്റ്റാലിനെയും തമിഴ്നാട് മുഖ്യമന്ത്രിയൊക്കെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചതായിട്ടാണ് കേട്ടത്. അവർ വരുന്നില്ലയോ അല്ലെങ്കിൽ വേറെ മന്ത്രിയെ വിടുന്നതൊക്കെ പിന്നീട് വന്ന വിഷയം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം തോന്നുന്നതിൽ അതിശയമില്ലല്ലോ. അപ്പം ശബരിമല ആചാരം എന്ന് പറഞ്ഞാൽ അവിടെ ജാതി മതമൊന്നും അല്ല പറയുന്നത്, ആർക്കും അവിടെ പോയി തൊഴാം. പക്ഷേ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കണം, കൃത്യമായി ചെയ്യണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ച് NSS സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരെ BJP നേതാവ് കുമ്മനം രാജശേഖരൻ. NSS ഭക്തരുടെ വികാരത്തെ മാനിക്കണമെന്നും വ്യാപാര താൽപര്യത്തോടെ നടത്തുന്ന എക്സ്പോ പോലെയാണ് സർക്കാർ അയ്യപ്പ സംഗമം നടത്തുന്നതെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. അല്ല, എനിക്ക് അദ്ദേഹത്തോട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അയ്യപ്പ സംഗമത്തിനെതിരെ അയ്യപ്പന്മാരിലുണ്ടായിരിക്കുന്ന വികാരങ്ങളെ മാനിക്കണം എന്ന് മാത്രമേ എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളൂ. കരയോഗം പ്രസിഡന്റുമാരുടെ മക്കളും പ്രസിഡന്റുമാരും ഒക്കെ കേസുകളിൽ കുടുങ്ങി ഇന്നും കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോൾ ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിനോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ. അപ്പോൾ ഇത്രയും നാളും വിചാരിച്ചത് ദേവസ്വം മന്ത്രിയായി വിളിച്ചു കൂട്ടുന്നതെന്നാണ്. ഇപ്പോഴാണ് മനസ്സിലായി ഇത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോൾ ഇത് CPM വിളിച്ചു കൂട്ടുന്നതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇത്രയും നാളും സെക്രട്ടേറിയറ്റിൽ നിന്നായിരുന്നു ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും കരുനീക്കങ്ങളും നടന്നത് എന്ന് വിചാരിച്ചു. അതല്ല, AKG സെൻറ്ററിൽ നിന്നാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടു.